എല്ലാവർക്കും ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കീശയിൽ ഇന്ന് ചില്ലറയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യം പറഞ്ഞാൽ ഇന്നൊരു ചായ കുടിച്ചാൽ പോലും നമ്മൾ ആദ്യം തിരയുന്നത് QR കോഡാണ്, അതായത് UPI. ഈ മൂന്നക്ഷരം പക്ഷേ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക മുഖം മാറ്റിവരച്ച ഒരു മഹാവിപ്ലവമാണ്. ഇതൊരു വെറും ടെക്നോളജി കഥയല്ല, നമ്മുടെ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ കഥയാണ്. 2016 തുടങ്ങിയ ഈ യാത്ര ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മാതൃകയായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരു സാധാരണക്കാരന്റെ ഫോണിലെ ആ ചെറിയ ബട്ടൺ ഇന്ത്യയെ ഡിജിറ്റൽ ലോകത്തെ സൂപ്പർ പവർ ആക്കിയത്? പണ്ട് നമ്മൾ ബാങ്കിൽ പോയി ക്യൂ നിന്നിരുന്ന കാലം ഓർമ്മയുണ്ടോ? ആ നീലയും ചുവപ്പും നിറത്തിലുള്ള പേപ്പറുകൾ എഴുതി പൂരിപ്പിക്കണം. അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെ തെറ്റാതെ എഴുതണം. ഇന്ന് അതൊക്കെ വെറും പഴങ്കതിയായി. ഫോൺ നമ്പറോ ഒരു വിർച്വൽ ഐഡിയോ ഉണ്ടെങ്കിൽ പണം നിമിഷങ്ങൾക്കുള്ളിൽ അക്കൗണ്ടിലെത്തും. സിമ്പിൾ എന്ന് നമ്മൾ പറയുമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു സംവിധാനമുണ്ട്. NPCI, അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. RBIയുടെയും ബാങ്കുകളുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമാണ് UPIയുടെ ശരിക്കുള്ള എഞ്ചിൻ. ഇവിടെയാണ് ഇതിന്റെ ശരിക്കുള്ള ടെസ്റ്റ്. ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകാം, പക്ഷേ ഇതിന്റെ നട്ടല് നമ്മുടെ സ്വന്തം സർക്കാർ സംവിധാനമാണ്. സ്വകാര്യ കമ്പനികൾക്ക് ഇതിന് മുകളിൽ വന്ന് അവരുടെ ആപ്പുകൾ നിർമ്മിക്കാം, മത്സരിക്കാം, ഓഫറുകൾ നൽകാം. പക്ഷെ നിയന്ത്രണം നമ്മുടെ രാജ്യത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. ഇതൊരു പബ്ലിക് യൂട്ടിലിറ്റിയാണ്. റോഡും പാലവും പോലെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഡിജിറ്റൽ പാത. ഒന്ന് ആലോചിച്ച് നോക്കൂ, UPI ഇത്ര വേഗത്തിൽ വളരാൻ കാരണം രണ്ട് വലിയ പ്രതിസന്ധികളാണ്. ഒന്ന്, 2016 നോട്ട് നിരോധനം. അന്ന് കയ്യിൽ പണമില്ലാതെ വലഞ്ഞപ്പോൾ ATMകൾക്ക് മുന്നിൽ തളർന്നു നിന്നപ്പോൾ നമ്മൾ ഡിജിറ്റൽ പണമിടപാടുകളെ ആശ്രയിക്കാൻ നിർബന്ധിതരായി. അതൊരു തുടക്കമായിരുന്നു. രണ്ടാമത്തേത് കോവിഡ് കാലം. മനുഷ്യനെ തൊടാൻ പേടിച്ച കാലം. നോട്ട് കൈമാറുന്നത് പോലും രോഗം പടർത്തുമെന്ന് നമ്മൾ ഭയന്നു. ആ ലോക്ക്ഡൌൺ കാലത്താണ് QR കോഡുകൾ നമ്മുടെ രക്ഷകനായത്. തെരുവിലെ കച്ചവടക്കാരൻ മുതൽ വൻകിട മാളുകൾ വരെ ഒരുപോലെ ആ QR കോഡ് സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. ഇന്ന് 2026 നിൽക്കുമ്പോൾ വികസിത രാജ്യങ്ങൾ പോലും ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുകയാണ്. അമേരിക്കയിലോ യൂറോപ്പിലോ ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് നമ്മുടെ UPIക്കുള്ളത്? അവർക്കൊക്കെ ക്രെഡിറ്റ് കാർഡും വലിയ ബാങ്കിംഗ് നെറ്റ്വർക്കുകളും പണ്ടേയുണ്ട്. പക്ഷേ അവരുടെ സിസ്റ്റങ്ങൾ പലപ്പോഴും സങ്കീർണവും ചിലവേറിയതുമാണ്. നമ്മുടെ UPIയുടെ കരുത്ത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, ഇത് ഇന്റർ ഓപ്പറബിൾ ആണ്. അതായത് കടക്കാരന് ഏത് ബാങ്ക് അക്കൗണ്ട് ആയാലും നമുക്ക് പണം ഏത് ആപ്പ് വഴിയും അയക്കാം. ഒരു പ്രത്യേക കമ്പനിയുടെ ആപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. രണ്ടാമതായി, ഇതിന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ ഒന്നാണ്. സാധാരണക്കാരന് അധിക ബാധ്യതയില്ലാതെ പണം കൈമാറാം. മൂന്നാമതായി, ഇത് നമ്മുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ആധാർ, eKYC, ജൻധൻ അക്കൗണ്ടുകൾ എന്നിവയെല്ലാം കോർത്തിണക്കിയത് കൊണ്ടാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഒരാൾക്ക് UPI അക്കൗണ്ട് തുടങ്ങാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ദുബായിലെ മാളിലോ സിംഗപ്പൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ പോയി ഒരു ഇന്ത്യൻ ടൂറിസ്റ്റ് UPI വഴി പണം അടയ്ക്കാൻ അത് നമ്മുടെ സാങ്കേതിക കരുത്തിന്റെ വിളംബരമാണ്. ഫ്രാൻസിലും ശ്രീലങ്കയിലും മൗറീഷ്യയിലും വരെ നമ്മുടെ UPI ഇന്ന് സ്വീകാര്യമാണ്. പണ്ട് നമ്മൾ വിദേശ സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്യുകയായിരുന്നു പതിവ്. ഇത് നമ്മൾ അത് ലോകത്തിന് കയറ്റുമതി ചെയ്യുകയാണ്. പല രാജ്യങ്ങളും ഇന്ന് ഈ ഇന്ത്യൻ പ്ലേ ബുക്ക് ചോദിച്ചു വാങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അഭിമാനം തോന്നുന്നില്ലേ? ഒരു കാലത്ത് ഇതൊന്നും ഇന്ത്യയിൽ നടക്കില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വശം ഇതിന്റെ ഭാവി സാധ്യതകളാണ്. UPI 2.0 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ വരാനിരിക്കുന്നത് ഇതിലും വലിയ മാറ്റങ്ങളാണ്. UPI വഴി ഇനി വൻതോതിൽ ക്രെഡിറ്റ് സൗകര്യങ്ങളും ലഭ്യമാകും. അതായത് ലോണുകൾ എടുക്കുന്നതും നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ UPI ലിങ്ക് ചെയ്യുന്നതും പണം കയ്യിലില്ലാത്തപ്പോൾ ബൈ നൗ പേ ലേറ്റർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതുമൊക്കെ സാധാരണക്കാരന്റെ വിരൽത്തുമ്പിലാകും. പക്ഷേ ഒരു മുന്നറിയിപ്പ് നൽകാനുണ്ട്. സൗകര്യങ്ങൾ കൂടുമ്പോൾ ചതിക്കുഴികളും കൂടും. ഡിജിറ്റൽ തട്ടിപ്പുകാർ പുതിയ വഴികൾ തിരയുകയാണ്. അനാവശ്യമായി വരുന്ന ലിങ്കുകളിലോ അപരിചിതർ അയക്കുന്ന പേയ്മെന്റ് റിക്വസ്റ്റുകളിലോ വീണു പോകരുത്. പണം സ്വീകരിക്കാൻ പിൻ നമ്പർ അടിക്കേണ്ട ആവശ്യമില്ല എന്ന പ്രാഥമിക പാഠം എപ്പോഴും ഓർക്കണം. എന്തുകൊണ്ടാണ് ലോകം ഇന്ത്യയുടെ ഈ മോഡലിനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ടെക്നോളജി എന്നത് പണക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, അത് താഴെത്തട്ടിലുള്ള സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു ഓട്ടോ ഡ്രൈവർക്കും ഒരു കർഷകനും താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ഇന്നൊരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ സഹായം ഇവിടെ ആവശ്യമായി വരുന്നില്ല. ചുരുക്കത്തിൽ UPI എന്നത് വെറും ഒരു പേയ്മെന്റ് ആപ്പല്ല, അത് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മവിശ്വാസമാണ്. ഇന്ത്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ചായക്കടക്കാരൻ കാണിക്കുന്ന ആത്മവിശ്വാസം ഇന്ന് ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയെ മുൻനിരയിൽ എത്തിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഡിജിറ്റൽ സ്വാതന്ത്ര്യമാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു SEBI രജിസ്റ്റേർഡ് അഡ്വൈസറുമായി സംസാരിക്കുക.